This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. തിരുമേനി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസികൾക്കൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ, DCC നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം, ആലയിൽ ബാലകൃഷ്ണൻ, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസ് വെള്ളക്കട, ജോളി സണ്ണി പതിയിൽ, KD പ്രവീൺ, നേതാക്കളായ സലീം തേക്കാട്ടിൽ, ജോർജ് ചെമ്പരത്തി, മാത്യു തടത്തിൽ, സിസ്റ്റർ ക്ലെയർ ടോം, സിനോ ആടിമാക്കൽ, സന്ദീപ് കൊച്ചുമുറിയിൽ, സജി ഓലേടം, തോമസ് ആടിമാക്കൽ എന്നിവർ സംസാരിച്ചു. അന്തേവാസികൾക്ക് സ്നേഹവിരുന്നും വിതരണം. ഇതുപോലുള്ള വ്യക്തികളെ മരിക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പുതിയ തലമുറക്ക് മാതൃകയാകേണ്ടി വരുന്ന വ്യക്തികളെ നമുക്കൊരിക്കലും മറക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ആ നിലയിലേക്ക് സഹജീവികളോട്, പാവപ്പെട്ടവരോട്, സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരോട് സഹതാപപൂർണമായ, അനുകമ്പാപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് എന്നത് മാത്രമല്ല, മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇത്തരം ഒരു പരിപാടികൾ അവർ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാറുണ്ട്. ഇതിനോടൊപ്പം അന്തേവാസികളോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്നതിലുപരി അവർ കഴിയുന്ന മറ്റ് സഹായങ്ങൾ കൂടി ഇതോടൊപ്പം ചെയ്തു വരാറുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, കാരുണ്യത്തിൻ്റെ ആരൂപമായ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇതിഹാസ പുരുഷനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികമാണ്. ഓരോ കേരളീയനും അത്രമാത്രം മനസ്സിൽ നടക്കുന്ന നേതാവ് വളരെ വിരളമായിരിക്കും. ഏത് വ്യക്തിക്കും അദ്ദേഹത്തെ സമീപിക്കുവാനോ സംസാരിക്കുവാനോ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും നോക്കാതെയുള്ള പ്രവർത്തനമാണ്. ഒരു കുറച്ച് കാലം കൂടി അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. മറ്റ് നേതാക്കൾ അവരുടെ ആരോഗ്യത്തിന് കൊടുക്കുന്ന കരുതലിൻ്റെ ഒരു 10% സ്വന്തം ആരോഗ്യത്തിന്. 3ാം ചരമവാർഷികം ഇന്നലെയായിരുന്നു, 18-ാം തീയതി. അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മദിനം ആചരിക്കുന്ന ഇന്നത്തെ ദിവസമായിരുന്നു. 19-ാം തീയതിയായിട്ട് നമ്മുടെ MLA, നമ്മുടെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് സമുചിതമായി ഇവിടെ ഒരു ഓർമ്മദിനം ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പല കാര്യത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതേപോലെ നമ്മുടെ കേരളത്തിനും എല്ലാം മാതൃകയായ നല്ല ജനകീയനായ ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികളും ഇന്നും ഏറ്റവും അധികം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുള്ള പല പദ്ധതികളും കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി, അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കാരുണ്യ പ്രവൃത്തികൾ എല്ലാം ഈ സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്ത പ്രവൃത്തികളായിരുന്നു. അധികാരം സേവനത്തിനായി ഉപയോഗിച്ച് കടന്നുപോയ അദ്ദേഹത്തിന്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും ഇവിടുത്തെ അന്തേവാസികളോടൊപ്പമായിരുന്നുകൊണ്ട് ഈ 3ാം ചരമവാർഷികം ആഘോഷിക്കുവാനും ബഹുമാനപ്പെട്ട MLA സാറ് ഈ ഭവനം തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും ഇവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെയൊക്കെ സന്ദർശിക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ ആയിരിക്കുകയും ഞങ്ങൾക്കായി ഒരു ഉപഹാരം സമർപ്പിക്കുകയും ചെയ്യുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടുകൂടി ബഹുമാനപ്പെട്ട MLA സാറിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ പാത അനുകരിച്ചുകൊണ്ട് അനേകർക്ക് സേവനവും സഹായങ്ങളും ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം?
നിന്റെ കളിയും ചിരിയും കുസൃതിയും പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.